മുസ്ലിം ലീഗിന് മാറി ചിന്തിക്കേണ്ടി വരുമെന്ന് ഇ.പി. ജയരാജൻ. മുസ്ലിം ലീഗിന് ഇങ്ങനെ തുടരാനാകില്ല. കോൺഗ്രസിനേക്കാൾ വോട്ടുള്ള പാർട്ടിയാണ് ലീഗ്. ഒറ്റയ്ക്ക് മത്സരിച്ചാലും അവർക്ക് സീറ്റ് കിട്ടും. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. CMP പോലെയും ഈ RSP പോലെയുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവർ കേരളത്തിൽ ഏറ്റവും കോൺഗ്രസിനേക്കാൾ, എൻ്റെ ഒരു നിരീക്ഷണത്തിൽ കോൺഗ്രസിനേക്കാളും വോട്ടുള്ള ഒരു പാർട്ടിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ഇവിടെ മുസ്ലിം ലീഗ് ഒറ്റക്ക് മത്സരിച്ചാൽ അവർക്ക് ഒരുപാട് സീറ്റ് കിട്ടും, അവർക്ക് കുറേ സീറ്റ് കിട്ടും. കോൺഗ്രസ് ഒറ്റക്ക് മത്സരിച്ചാൽ കോൺഗ്രസിന് കേരളത്തിൽ ഒറ്റ സീറ്റും കിട്ടില്ല. അവർ കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നതന്നെ മുസ്ലിം ലീഗിൻ്റെ സഹായം കൊണ്ടാണ്, മുസ്ലിം ലീഗിൻ്റെ വോട്ട് കൊണ്ടാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗ് ഞാൻ കാണുന്നത് ഒരു പ്രധാന പാർട്ടി എന്നുള്ള നിലയിൽ, ഒരു ബഹുജന സ്വാധീനമുള്ള പാർട്ടി എന്നുള്ള നിലയിൽ അവർക്ക് ഒരു ജില്ല തന്നെ അവർക്ക് ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയെന്ന് മാത്രം ഞാൻ പറയുന്നില്ല. അവരുടെ MLA-മാർ കാസർഗോഡ്, അതുപോലെ തന്നെ ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരു നിറസാന്നിധ്യമായിട്ടുള്ള പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ടാണ് ഒരു ബഹുജന സ്വാധീനമുള്ള പാർട്ടി എന്നുള്ള നിലയിൽ ആളില്ലാത്ത പാർട്ടി ഒരു പ്രതിനിധി വന്ന് UDF-ൽ ഇരിക്കുന്ന പോലെയല്ല മുസ്ലിം ലീഗ്. അവർ ബഹുജനങ്ങളുള്ളൊരു പാർട്ടിയാണ്. മുന്നണി വിടില്ലെന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കിയ ശേഷവും തുടർച്ചയായി ലീഗിനെ പുകഴ്ത്തുന്ന നിലപാടാണ് CPM നേതൃത്വം സ്വീകരിക്കുന്നത്. ഇ.പി. ജയരാജൻ മാത്രമല്ല, AK ബാലനും സമാനമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM നടത്തുന്ന നീക്കമാണ് ചർച്ച ചെയ്യുന്നത്. VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഈ ഒരു പ്രസ്താവന, ലീഗിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഈ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ പ്രസ്താവന നൽകുന്ന സൂചന അതെന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ധന്യ, ലീഗിനോടുള്ള മോഹം CPM നേതാക്കൾക്ക് അവസാനിക്കുന്നില്ല. ലീഗിന്റെ മഹത്വവും വലിപ്പവും ഒക്കെ വ്യക്തമാക്കുകയാണ് ഇ.പി. ജയരാജൻ. നേരത്തെ അദ്ദേഹം ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ്. മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ച് പലയിടത്തും വിജയിക്കാൻ കഴിവുള്ള പാർട്ടിയാണ്. മലപ്പുറത്തും മറ്റു പല ജില്ലകളിലും അവർക്ക് സ്വാധീനമുണ്ട്. എന്നാൽ കോൺഗ്രസ് അങ്ങനെയല്ല. അതായത് ലീഗിന് കോൺഗ്രസിനെ അല്ല, കോൺഗ്രസിന് ലീഗിനെയാണ് ആവശ്യം എന്ന നിലപാടാണ് CPM നേതാക്കൾ ഇപ്പോൾ സ്വീകരിക്കുന്നത്. കോൺഗ്രസിന് പലപ്പോഴും ലീഗിൻ്റെ ആവശ്യങ്ങൾ, ലീഗ് നിലപാടുകൾക്ക് ഒപ്പം നിന്ന് പോകാൻ കഴിയില്ല. ഇപ്പോൾ ഇത് കഴിഞ്ഞ് പറയുന്ന കുറച്ച് കാര്യമുണ്ട്. അതായത് പല വിഷയങ്ങളിലും ലീഗ് എങ്ങനെ ചിന്തിക്കുന്നു അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ അതിനടുത്തേക്ക് എത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അയോധ്യ വിഷയത്തിലടക്കം CPM വളരെ വേഗത്തിൽ അയോധ്യ നിലപാട് പ്രഖ്യാപിച്ചു. കോൺഗ്രസിൽ ലീഗ് വളരെ വേഗം നിലപാട് പറഞ്ഞു. പക്ഷേ കോൺഗ്രസ് അവിടെ പലർക്കും പല അഭിപ്രായമായിരുന്നു. ഒടുവിൽ അവർ പോകേണ്ട എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി പോകുന്ന ചില ആളുകൾ പറയുന്നു. അങ്ങനെ ഒരു കൃത്യമായ നിലപാട് അയോധ്യ വിഷയത്തിലടക്കം സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. അതുകൊണ്ടാണ് എക്കാലവും ലീഗിന് കോൺഗ്രസിനൊപ്പം UDF മുന്നിൽ തുടരാനാകില്ല എന്ന നിലപാട് ഇ.പി. ജയരാജൻ പറയുന്നത്. അവർ ഇപ്പോൾ മുന്നണി വിട്ട് വരണമെന്ന അഭ്യർത്ഥനയോ അല്ലെങ്കിൽ മുന്നണി വിട്ട് വരും എന്നൊന്നും ഇടതുമുന്നണി കൺവീനർ പറയുന്നില്ല. പക്ഷേ ലീഗിന് അധികകാലം അവിടെ തുടരാനാകില്ല, കോൺഗ്രസിനൊപ്പം നിൽക്കാനാകില്ല. അവരുടെ ശക്തി ലീഗ് തിരിച്ചറിയണം എന്നൊരു പരോക്ഷ നിർദ്ദേശം കൂടി അല്ലെങ്കിൽ ഒരു ഉപദേശം കൂടി ഇ.പി. ജയരാജൻ ഈ അഭിമുഖത്തിൽ നൽകുന്നുണ്ട്. അതായത് ലീഗ് കോൺഗ്രസിനൊപ്പം നിൽക്കാതെ മാറി നിന്നാൽ അവർക്ക് കൂടുതൽ ഗുണമുണ്ടാകും. അത് ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയായൊന്നും ഈ ഘട്ടത്തിലൊന്നും CPM ആലോചിക്കുന്നില്ല. പക്ഷേ പലപ്പോഴും ലീഗ് അണികളെയെങ്കിലും ലീഗിൻ്റെ യഥാർത്ഥ പ്രശ്നം അവരുടെ അടിസ്ഥാന കാര്യങ്ങളിലൊക്കെ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിനെ അല്ല, കുറച്ചുകൂടി ലീഗ് അണികൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന CPM-നെയാണ്. ലീഗ് അണികളിൽ നിന്ന് മാത്രമല്ല, ലീഗ് പ്രതിദാനം ചെയ്യുന്ന ഒരു സമുദായമുണ്ട്, വലിയൊരു സമുദായമുണ്ട്, മുസ്ലിം സമുദായം. അവരുടെ വോട്ടുകൾ, അവരുടെ ഇഷ്ടം പിടിച്ചുപറ്റാനുള്ള CPM നേതാക്കൾ ശ്രമമായത് കാണണം. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് ഇ.പി. ജയരാജൻ എന്ന ഇടതുമുന്നണി കൺവീനറുടെ മാത്രം ഒരു അഭിപ്രായമല്ല. നേരത്തെ കഴിഞ്ഞ ദിവസം നമുക്ക് നൽകിയ അഭിമുഖത്തിൽ AK ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കളും അതേ നിലപാടാണ് സ്വീകരിക്കുന്നത്. ലീഗിൽ നിന്ന് എത്രത്തോളം അല്ലെങ്കിൽ ലീഗിൻ്റെ അണികളിൽ നിന്ന് എത്രത്തോളം വോട്ട് വിഭജിച്ച് ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ ആ ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. ലീഗ് ഉടനെയൊന്നും മുന്നണി വിട്ട് ഇടതുമുന്നണിയിലേക്ക് വരില്ല എന്നവർക്ക് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ അറിയാം. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് നേതാക്കൾക്ക് ഉപരി ലീഗ് വഴി കോൺഗ്രസ് ലഭിക്കുന്ന വോട്ടുകൾ ഒരു പരിധിയെങ്കിലും, ഒരു ഭാഗമെങ്കിലും ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരാനാകുമോ എന്ന ശ്രമമാണ് CPM നേതാക്കൾ നടത്തുന്നത്. അതാണ് ഇ.പി. ജയരാജനും AK ബാലനും പോലുള്ള ഉന്നത നേതാക്കളുടെ ഈ ലീഗിനോടുള്ള കൗതുകം. അരുൺ, നമുക്ക് തിരിച്ചു വരാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ, ഇ.പി. ജയരാജന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. ഈ BJP-യുടെ B ടീമിനൊപ്പം മുസ്ലിം ലീഗിനെ പോലെ ന്യൂനപക്ഷ പാർട്ടി
അല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രാതിനിധ്യം കൂടുതലുള്ള പാർട്ടി എങ്ങനെ എത്ര നാൾ അവിടെ നിൽക്കാൻ പറ്റും അവർക്ക്? അത് കേരള രാഷ്ട്രീയത്തിൽ വരാൻ വേണ്ടി പോകുന്ന ചില സംഭവ വികാസങ്ങളുടെ ഭാഗമായി രാഷ്ട്രീയ രംഗത്ത് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് തീർച്ചയായും മുസ്ലിം ലീഗിനെ മാറ്റി ചിന്തിക്കേണ്ടി വരും. കോൺഗ്രസിന് ഇന്നത്തെ നിലപാടിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും തികഞ്ഞ അബദ്ധമാണ്. അവർക്ക് കേരളത്തിൽ ഏറ്റവും വലിയ വിരോധം ആരോടാ? ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭീകരത, RSS സംഘപരിവാർ, BJP അവരോടല്ലല്ലോ. കേരളത്തിൽ ആരെയാ കോൺഗ്രസ് എതിർക്കുന്നത്? CPM-നെ അല്ലേ? ഇടതുപക്ഷത്തെയല്ലേ? ഈ കേരളത്തിൽ ഇന്ത്യയിൽ എതിർക്കപ്പെടേണ്ട പാർട്ടി CPM ആണോ? എന്തിനാ CPM-നെ എതിർക്കുന്നത്? അവരുടെ മുഖ്യ ശത്രുവായി കാണുന്നത് CPM-നെ, LDF-നെ. അവർ ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് CPM-നെ ആക്രമിക്കുന്നു. അതിൻ്റെ 1% പോലും BJP-ക്ക് നേരെ വരുന്നില്ലല്ലോ. BJP-യുമായിട്ട് അവർ സൗഹാർദ്ദം പങ്കിടുകയല്ലേ? എങ്ങനെയാണ് ഇതൊക്കെ കോൺഗ്രസിന് സാധിക്കുന്നത്? അപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം കോൺഗ്രസിനെ ഇനിയും ദുർബലപ്പെടുത്തും. അങ്ങനെ വരുമ്പോൾ മുസ്ലിം ലീഗിനെ പോലെയുള്ള പാർട്ടികൾ അവരുടെ നിലപാടുകളെ സംബന്ധിച്ചും ചിന്തിക്കേണ്ടി വരും. അത് ഭാവി രാഷ്ട്രീയത്തിൽ എന്തായാലും അവർ ചിന്തിക്കപ്പെടുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. വി അരുൺ വീണ്ടും ചേരുന്നുണ്ട്. അരുൺ, ഈ മുന്നണി വിപുലീകരണത്തെക്കുറിച്ചുള്ള പ്രതികരണം അത് അനവസരത്തിൽ എന്നൊക്കെ നേരത്തെ പറഞ്ഞ സംസ്ഥാന കമ്മിറ്റി തന്നെ പറഞ്ഞതാണ്. വീണ്ടും അത്തരത്തിലൊരു പ്രതികരണം നടത്തുമ്പോൾ, ഇല്ലെങ്കിൽ ലീഗിനെ വീണ്ടും പുകഴ്ത്തുമ്പോൾ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെയൊക്കെ മാറ്റിമറിച്ചൊരു മുന്നണി മാറ്റം അത് CPM പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. മുന്നണി വിപുലീകരണം ഇപ്പോൾ CPM-ന്റെ അജണ്ടയിലില്ല, ഇടതുമുന്നണിയുടെ അജണ്ടയിലുമില്ല. അത് തന്നെയാണ് നേതാക്കൾ നേരത്തെയും ഇപ്പോഴും ഒക്കെ വ്യക്തമാക്കുന്നത്. പക്ഷേ മുസ്ലിം ലീഗ് എന്ന പാർട്ടി അത് കഴിഞ്ഞ കുറേ നാളുകളായി പല കാരണങ്ങൾ കൊണ്ട് UDF-ൽ അസംതൃപ്തരാണ്. ഒരു പ്രധാന കാരണം തുടർച്ചയായ 2ാം തവണയും, അതായത് 10 വർഷമെങ്കിലും അധികാരത്തിന് പുറത്തു നിൽക്കേണ്ടി വരും ലീഗിന് എന്നുള്ള ഉറപ്പാണ്. അങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ലീഗ് എത്ര നാൾ അങ്ങനെ അധികാരത്തിന് പുറത്തു നിന്നുകൊണ്ട് കോൺഗ്രസിനെ പിന്തുണയ്ക്കും? പല കാര്യങ്ങളിലും സീറ്റുകൾ വിഭജനത്തിലടക്കമുള്ള വിഷയങ്ങളിൽ ലീഗിന് കോൺഗ്രസിനോട് അതൃപ്തിയുണ്ട്. പലപ്പോഴും EP ജയരാജൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, പലയിടത്തും കോൺഗ്രസ് ജയിക്കുന്നത് ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിൽ, മലബാറിൽ കോൺഗ്രസ് പലയിടത്തും ജയിക്കുന്നത് ലീഗിന്റെ ശക്തി കൊണ്ട്, കണ്ണൂരിലടക്കം ചില മണ്ഡലങ്ങളിൽ പോലും ലീഗിന്റെ ശക്തി കൊണ്ട് തന്നെയാണ്. പക്ഷേ കോൺഗ്രസിന് ശക്തിയുള്ളിടത്ത് ജയിക്കാനുള്ള അവസരം ലീഗിന് പലപ്പോഴും ലഭിക്കാറില്ല. അത്തരം മണ്ഡലങ്ങൾ ലീഗിന് കിട്ടാറുമില്ല. അതുകൊണ്ട് എന്തിന് അവിടെ തുടരുന്നു എന്നൊരു വലിയ ചിന്ത ഒരു വിഭാഗം നേതാക്കൾക്കും അണികൾക്കുമിടയിൽ ഉണ്ട് എന്ന വസ്തുതയാണ്. പക്ഷേ അത് ഉടനൊരു മുന്നണി മാറ്റത്തിലേക്ക് എത്തില്ല. അതിന് മറ്റു ചില കാരണങ്ങൾ കൂടി ഇരു പാർട്ടികളും, ലീഗും CPM-ഉം കാണുന്നു. സ്വാഭാവികമായും മുസ്ലിം കൂടി ഇടതുമുന്നണിയിലേക്ക് വന്നാൽ അത് ഇവിടെ ശക്തിപ്പെടുത്താൻ പോകുന്നത് BJP ആണെന്ന് തിരിച്ചറിവ് ഈ നേതാക്കൾക്ക് ഉണ്ട്. അതുതന്നെയാണ് ലീഗിന്റെ മുന്നണി പ്രവേശനത്തിന് ഇടതുമുന്നണി പ്രവേശനം ഏറ്റവും തടസ്സമായി നിൽക്കുന്ന ഘടകം. CPM അധികം താല്പര്യം കാണാത്തതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ലീഗ് വന്നില്ലെങ്കിലും ലീഗിലെ ഒരു വിഭാഗമെങ്കിലും, നമുക്കറിയാം നേരത്തെ INL ലീഗ് പെടുന്ന INL വരുമ്പോൾ ഇപ്പോഴും INL ഇടതുമുന്നണിയുടെ ഭാഗമാണ്. അത്തരത്തിൽ ഒന്നുകിൽ കുറച്ച് നേതാക്കൾ, അല്ലെങ്കിൽ സ്വാധീനമുള്ള കുറച്ച് നേതാക്കളോ, അല്ലെങ്കിൽ അവരുടെ അണികളോ പിളർന്ന് ഇങ്ങോട്ടേക്ക് വരിക. ആരുള്ളിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ AP അനിൽകുമാർ MLA കൂടി ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, ഇവിടെ ലീഗിനെ സ്വാഗതം ചെയ്യുക, ഇല്ലെങ്കിൽ പ്രശംസിക്കുക എന്നതിനപ്പുറത്തേക്ക് EP ജയരാജൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിന് ലീഗില്ലാതെ ജയിക്കാനാകില്ല. ലീഗ് തനിച്ച് മത്സരിച്ചാൽ പോലും ലീഗിന് സീറ്റ് നേടാൻ കഴിയും, പക്ഷേ കോൺഗ്രസിന് അങ്ങനെയല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലബാർ മേഖലകളിലെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ആ തരത്തിലാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കിടക്കുന്നത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി ഇപ്പൊ EP ജയരാജൻ മുമ്പും ആവർത്തിച്ച് പറഞ്ഞതുപോലെ തന്നെ CPM നേതാക്കൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ കാര്യമാണ്. ഞങ്ങളത് മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. മുസ്ലിം ലീഗിനെ അംഗീകരിക്കാൻ അവർ തയ്യാറായി. മുസ്ലിം ലീഗ് UDF-ലെ ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞവരാണ് അവർ. ഞങ്ങളത് മുസ്ലിം ലീഗിന്റെ മതേതര നിലപാട് എപ്പോഴും കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അന്നൊക്കെ അതിനെ എതിർത്തവർ ഇന്ന് മുസ്ലിം ലീഗിനെ അംഗീകരിക്കുവാനും മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തേക്ക് ക്ഷണിക്കുവാനും തയ്യാറായി എന്നുള്ളത് ഞങ്ങളുടെ ഒരു നിലപാട്, കോൺഗ്രസ് എടുത്ത നിലപാട്, മുസ്ലിം ലീഗുമായിട്ടുള്ള സമീപനം ശരിയായിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മുസ്ലിം ലീഗ് എവിടെ പോകണം, മുസ്ലിം ലീഗ് എവിടെ പോകണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ജയരാജനല്ലല്ലോ. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. മാത്രമല്ല മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ വിശ്വാസ്യത, അവരുടെ നിലപാടുകളിലെ രാഷ്ട്രീയ വിശ്വാസ്യത എന്ന് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള
ആ ഒരു രാഷ്ട്രീയ പാർട്ടി. ശരിയാണ്. പക്ഷേ സമീപകാലത്തെ പ്രശ്നങ്ങൾ, പലസ്തീൻ വിഷയമുണ്ട്, ഇപ്പോൾ അയോധ്യ പ്രശ്നമുണ്ട്, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഒരു പക്ഷേ അകറ്റാൻ പ്രത്യേകിച്ച് ലീഗിനകത്തു നിന്ന് രണ്ട് നേതാക്കളാണ് CPM-ന്റെ അഭിപ്രായത്തോട് ഇല്ലെങ്കിൽ അവരുടെ ക്ഷണത്തോടൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ, വലിയ വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലീഗിന്റെ അകത്തു നിന്ന് തന്നെ വലിയ എതിർപ്പ് കോൺഗ്രസിനോട് തോന്നാനുള്ള സാധ്യതയില്ലേ? മുന്നണി അവർക്ക് ബുദ്ധിമുട്ടായി തോന്നില്ലേ? പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇതുപോലെ വളരെ സജീവമായിരുന്നല്ലോ. CPM വളരെ ശക്തമായി ഇത്തരം കാര്യങ്ങൾ ഉയർത്തുകയും ചെയ്താണ്. അധികം നാളായിട്ടില്ല. പക്ഷേ കോഴിക്കോട് സംഘടിപ്പിച്ച കോൺഗ്രസിന്റെ പാലസ്തീൻ ഐക്യദാർഢ്യ യോഗത്തിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വന്ന് സംസാരിച്ചതും പ്രസ്താവിച്ചതും ബഹുമാനായ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ സംസാരിച്ചത് നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് പോലും മാഞ്ഞു പോയിട്ടില്ല. കോൺഗ്രസുമായിട്ടുള്ള മുസ്ലിം ലീഗ് ബന്ധം എത്രമാത്രം സുദൃഢമാണ്, ശക്തമാണ് എന്നുള്ളത് തെളിവാണ് അന്നത്തെ പ്രസ്താവനയൊക്കെ തന്നെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് രാവിലെയും വൈകുന്നേരവും CPM നേതാക്കള് ഇത് പറയുന്നതിനൊക്കെ അനുസരിച്ച് UDF നേതാക്കളോ മുസ്ലിം ലീഗ് നേതാക്കളോ അവരുടെ ഒരു പരസ്പരമുള്ള വിശ്വാസം ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. CPM-ന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള ആത്മവിശ്വാസം ഇന്ന് CPM-നില്ല. CPM-ന് നിലവിലുള്ള സാഹചര്യം ഇന്ന് ജനങ്ങൾ പൂർണ്ണമായി ഗവൺമെന്റ് എതിരാണ് എന്ന തിരിച്ചറിവ് CPM-നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഒക്കെ കിട്ടുമോ എന്ന് അവർ ശ്രമിക്കുക. അല്ല, ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പൊ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു കോംപ്രമൈസിംഗ് ലൈൻ ഉണ്ടല്ലോ, അത് സ്വാഭാവികമായിട്ടും ലീഗിനെ അസ്വസ്ഥപ്പെടുത്താനുള്ള സാധ്യതയില്ലേ? കോൺഗ്രസ് ആരോട് സ്വീകരിക്കുന്ന കോംപ്രമൈസ് ലൈനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഉൾപ്പെടെ കോൺഗ്രസ് സ്വീകരിക്കുന്ന വിഷയങ്ങളിൽ കോൺഗ്രസ് എക്കാലത്തും കോൺഗ്രസിന്റെ നിലപാട് ഇന്നത്തെ നിലപാടല്ല, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതലുള്ള നിലപാടാണ്. നിങ്ങളെ പോലുള്ളവർ കോംപ്രമൈസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബോധ്യമാണ് കോൺഗ്രസിന് മുമ്പും ഒരു നിലപാടേ ഉള്ളൂ. പാലസ്തീൻ കാര്യത്തിലായാലും ബാബറി മസ്ജിദിന്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ കോൺഗ്രസിന്റെ നിലപാട് അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടക്കാലത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലോ. കോൺഗ്രസ് പിന്നെ പറയേണ്ട അഭിപ്രായങ്ങൾ ആ പറയേണ്ട സമയത്ത് തന്നെ പറയും. അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ഇടക്കാലത്തൊരു സമയം വീണ് കിട്ടിയപ്പോൾ കോൺഗ്രസ് പോലെ പാർട്ടിക്ക് ചർച്ച ചെയ്യേണ്ടി വരും, കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും, ആലോചിച്ച് തീരുമാനമെടുക്കും. ആ തീരുമാനമെടുക്കുന്ന അയോധ്യ വിഷയത്തിൽ കോൺഗ്രസിന് ഒരു ഹിന്ദു ബേസിനെ സംരക്ഷിക്കുന്ന ഒരു ലൈൻ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ്. ഹിന്ദുക്കളെയും ഞങ്ങൾ സംരക്ഷിക്കും, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പാർട്ടി എല്ലാവരെയും. അതാണല്ലോ കോൺഗ്രസ് രാജ്യത്ത് നൽകിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ല വോട്ടിന്റെ പേരിൽ ഞങ്ങൾ നിലപാട് മാറ്റുന്ന ഒരു കാര്യവുമില്ല. അത് നിങ്ങൾ പലരും ആഗ്രഹിച്ചല്ലോ, അയോധ്യയിൽ ഞങ്ങൾ എടുക്കുന്ന നിലപാട് എന്താവും? ശക്തമായ നിലപാടല്ലേ കോൺഗ്രസ് എടുത്തത്? അവിടെ മതേതരത്വം ഉയർത്തിപ്പിടിച്ചുള്ള നിലപാടല്ലേ കോൺഗ്രസ് എടുത്ത്? മറിച്ചൊരു നിലപാടെടുത്തോ? വോട്ടായിരുന്നോ ഞങ്ങളുടെ മുന്നിൽ? പിന്നെ ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പരാജയം 19-ൽ നിന്ന് 20 നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതിയാണ് CPM-നുള്ളത്. അതിൽ നിന്ന് കരകയറാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുകയാണ്. നീന്തലറിയാത്ത കുട്ടികൾ വെള്ളത്തിൽ വീണ കാലിട്ടടിക്കുക, അതുപോലെ കാലിട്ടടിക്കുകയാണ് ഇന്ന് CPM എന്ന കേരള രാഷ്ട്രീയത്തിൽ. അതിന്റെ പ്രതിഫലനമാണ് ഇത്തരം പ്രസ്താവനകളൊക്കെ. ഞങ്ങൾ അത്രേ അതിനെ കാണുന്നുള്ളൂ. ശരി, നന്ദി ശ്രീ അനിൽകുമാർ. പ്രത്യേകിച്ച് മലപ്പുറത്ത് നിന്ന് CV അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ്, മുസ്ലിം ലീഗിനെ ഇത്തരത്തിൽ കോൺഗ്രസിനേക്കാൾ വോട്ടുള്ള പാർട്ടിയാണ് ലീഗ് എന്നൊക്കെ പറഞ്ഞ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ അത്തരത്തിൽ AK ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും എന്താണ് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി? നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇടതുപക്ഷ നേതാക്കൾ വളരെ ആവർത്തിച്ചുകൊണ്ട് തന്നെ വളരെ കാര്യമായിട്ട് തന്നെ മുസ്ലിം ലീഗിനെ പ്രകീർത്തിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുന്ന നിലപാട്. ക്ഷണിക്കുക എന്ന് വെച്ചാൽ പാർട്ടിയിലേക്ക്, മുന്നണിയിലേക്ക് ഔദ്യോഗിക ക്ഷണിക്കുകയല്ല. പക്ഷേ ലീഗ് UDF-ൽ നിൽക്കേണ്ട ഒരു പാർട്ടിയല്ല. ലീഗിന്റെ നിലപാടുകൾ കോൺഗ്രസിനേക്കാൾ സ്വീകാര്യമാകുന്നത് ഇടതുപക്ഷത്തിനാണ്. ഇടതുപക്ഷമാണ് ലീഗിന് കുറെ കൂടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മുന്നണിയും. മാത്രമല്ല, മുഖ്യമന്ത്രി വരെ മലപ്പുറത്ത് വന്ന് മലപ്പുറം ജില്ല രൂപീകരിക്കാൻ ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM-ഉം ലീഗും ഒരുമിച്ച് കൈകോർത്തതിന്റെ കഥകളും ചരിത്രവും ഒക്കെ പറയുകയുണ്ടായി. അപ്പോൾ അത്തരത്തിൽ വളരെ കാര്യമായിട്ട് തന്നെ ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM, മുസ്ലിം ലീഗിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നുണ്ട്.
പക്ഷേ നമുക്കറിയാം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യവും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ തുടർച്ചയായിട്ട് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് CPM നേതാക്കളുടെ ലീഗിനെ സ്നേഹിച്ചുകൊണ്ടുള്ള പ്രീണിപ്പിച്ചുകൊണ്ടുള്ള ഈ പ്രസ്താവനകൾക്ക് തന്നെ ഇനി മറുപടി പറയേണ്ടതില്ല എന്നൊരു നിലപാടിലാണ് മുസ്ലിം ലീഗ് നേതൃത്വമുള്ളത്. കഴിഞ്ഞ ദിവസം അനുമതി തിരിച്ചു വരാം. ഇപ്പോൾ PK ഫിറോസ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ഫിറോസ്, ലീഗിന് മാറി ചിന്തിക്കേണ്ടി വരുമെന്നാണ് EP ജയരാജൻ വീണ്ടും പറയുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഒന്നാമത് തലച്ചോറ് അദ്ദേഹത്തിന് പാർട്ടി കൊടുത്തിട്ടില്ലല്ലോ. ലീഗ് എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്ന ലീഗാണ്. ലീഗിന്റെ നിലപാട് എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഇതിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ഐക്യ ജനാധിപത്യത്തിനെ ശക്തിപ്പെടുത്തി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഐക്യമുന്നണിയെ ശക്തിപ്പെടുത്തുക എന്ന നിലപാടുമായി അതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് പാർട്ടി മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭമാണിത്. മറിച്ചുള്ള എന്തെങ്കിലും പ്രസ്താവനകളെ ലീഗ് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുക എന്നുള്ളതാണ് ലീഗിന്റെ നിലപാട്. പൂർണ്ണമായിട്ട് അത്തരത്തിൽ ഇപ്പൊ പല വിഷയങ്ങളിലും കോൺഗ്രസ് എടുക്കുന്ന ഇല്ലെങ്കിൽ മുന്നണിക്കകത്തെ മറ്റു ഘടകകക്ഷികൾ എടുക്കുന്ന തീരുമാനങ്ങളോട് ലീഗിന് പൂർണ്ണമായിട്ട് യോജിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ സാധിക്കുന്നുണ്ടോ? ഇനി അതല്ല, ലീഗ് പൂർണ്ണമായി അല്ലെങ്കിൽ പോലും ചെറിയൊരു ഗ്രൂപ്പിനെയെങ്കിലും അടർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അത് CPM-നെ സംബന്ധിച്ച് വലിയ ലാഭമുണ്ടാക്കില്ലേ? അത്തരത്തിലുള്ള എന്തെങ്കിലും വലിയ തമാശയായിട്ടാണ് ഞാൻ കാണുന്നത്. ലീഗിന്റെ ഒരു ഗ്രൂപ്പിനെ അടർത്തിയെടുക്കാന്നൊക്കെ ഉള്ളത് 2024 പുലർന്നതിന് ശേഷം കേട്ട ഏറ്റവും വലിയ ഒരു തമാശയായിട്ടാണ് തോന്നുന്നത്. അല്ല, അതെന്തുകൊണ്ടാ പറഞ്ഞതെന്ന് വെച്ചാൽ കഴിഞ്ഞ മീറ്റിംഗിൽ ലീഗിനെ ക്ഷണിച്ചതില് മീറ്റിംഗിൽ തീരുമാനിക്കാം, അവിടെ നിഷേധിച്ചില്ല. അവിടെ PMA സലാം ഒന്നും അതിനെക്കുറിച്ച് യാതൊന്നും പറഞ്ഞില്ല. മീറ്റിംഗ് നടത്തട്ടെ എന്നാണ് പറഞ്ഞത്. ഒറ്റയടിക്ക് എന്തുകൊണ്ട് നോ പറഞ്ഞില്ല? അല്ല, മുസ്ലിം ലീഗിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം, മുസ്ലിം ലീഗ് എപ്പോഴും നയപരമായ കാര്യങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന ഒരു പാർട്ടിയാണ്. അത് ഓരോ വിഷയങ്ങൾ വരുമ്പോ അത് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണെങ്കിൽ ചർച്ച ചെയ്യും, ചർച്ച ചെയ്യേണ്ടതില്ലാത്ത വിഷയങ്ങളാണെങ്കിൽ ചർച്ച ചെയ്യും. അല്ല, അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ഈ വിഷയത്തിൽ EP ജയരാജൻ വിളിച്ചപ്പോൾ അത് ചർച്ച ചെയ്തു ലീഗ് എന്നുള്ളതാണ്. കാര്യങ്ങൾക്ക് ഒരു പാർട്ടി ഒരു ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നൊക്കെ പറയുന്നതിനൊക്കെ പിന്നെ വേറെ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നത് നിങ്ങളുടെ വ്യാഖ്യാനത്തിനുള്ള കുഴപ്പങ്ങൾ കൊണ്ടാണ്. അതായത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിലും അങ്ങനെ തന്നെയാണ്. പാർട്ടിയുടെ ചരിത്രത്തിൽ പിന്നെ എടുത്ത് പരിശോധിച്ചാൽ അത്തരം കാര്യങ്ങളിലൊക്കെ ലീഗ് എടുത്ത നിലപാടിൽ അന്നും ഇന്നൊന്നും ഒരു മാറ്റമില്ല. അപ്പോൾ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നൊക്കെ പറയുന്നതിന് മറ്റു വ്യാഖ്യാനങ്ങൾ നൽകുന്നതിനാണ് കുഴപ്പമുള്ളത്, അല്ലാതെ പാർട്ടിക്കല്ല കുഴപ്പം. ബാബരി മസ്ജിദ് വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടിനോട് താങ്കൾ പൂർണ്ണമായി യോജിക്കുന്നുണ്ടോ? ഏത് വിഷയമാണ്? ബാബരി മസ്ജിദോ? ബാബരി മസ്ജിദ് വിഷയത്തിൽ കോൺഗ്രസ് ഇപ്പൊ എന്ത് നിലപാടെടുത്തത്? അതിലെന്താണ് പിന്നെ എതിർക്കേണ്ടത്? അല്ല, ഞാൻ താങ്കളുടെ അഭിപ്രായമാണ്. പൂർണ്ണമായി യോജിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. കോൺഗ്രസ് എടുത്ത നിലപാടിനെ എല്ലാവരും സ്വാഗതം ചെയ്തില്ല. അതൊരു രാഷ്ട്രീയ വിഷയമാണ്. ലീഗ് പറഞ്ഞ നിലപാടിനോട് യോജിക്കുന്ന ഒരു നിലപാടല്ലേ കോൺഗ്രസ് എടുത്തത്? BJP-യുടെയും RSS-ന്റെയും രാഷ്ട്രീയവൽക്കരണത്തെ ശക്തമായി എതിർക്കുന്ന നിലപാടല്ലേ കോൺഗ്രസ് സ്വീകരിച്ചത്? എല്ലാവരും സ്വാഗതം ചെയ്തതല്ലേ? അല്ല, എല്ലാവരുടെയും കാര്യം മനസ്സിലായി. ലീഗിന്റെ പ്രതികരണമായിരുന്നു അറിയേണ്ടത്. നന്ദി ശ്രീ ഫിറോസ് പ്രതികരിച്ചതിന്. CB അനുമോദ് വീണ്ടും തുടരുന്നുണ്ട്. അനുമോദ്, അവസാനം ചോദിച്ച ചോദ്യത്തിന് എനിക്കറിയില്ല ഫിറോസ് അത് കൃത്യമായിട്ടാണോ അതിന് ഉത്തരം നൽകിയത്. എല്ലാവരും സ്വീകരിച്ചതാണല്ലോ എന്നാണ്. പക്ഷേ അത്തരത്തിലൊരു വിഷയമല്ല, പല വിഷയങ്ങളിൽ ലീഗിനുള്ളിൽ അതൃപ്തി പുകയുന്നുണ്ടോ? അതാണോ CPM മുതലെടുക്കാൻ ശ്രമിക്കുന്നത്? ധന്യ, ഈ ഒരു കാര്യത്തിൽ ലീഗിന്റെ നിലപാട് പരസ്യമായിട്ട് അവർ പ്രഖ്യാപിച്ചില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ അതിലുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ മുന്നണി ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുന്ന തരത്തിലുള്ള ഒരു നിലപാടുകളും പരസ്യമായിട്ട് ഇനി പ്രഖ്യാപിക്കുകയോ ചെയ്യുകയോ ലീഗില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന് ശേഷം ലീഗ് ഒരുപക്ഷെ നിലപാടുകൾ എടുക്കേണ്ടി വരും. അത് ഈ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന് വിചാരിച്ചത്ര നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമാണ് അത്തരത്തിലൊരു സാധ്യതയുള്ളത്. നമുക്കറിയാം, ലീഗിനെ സംബന്ധിച്ച് ഈ ഒരു ഇത്രയും പുകഴ്ത്തുന്ന CPM നേതാക്കൾ പലപ്പോഴും ലീഗിനെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ അതുപോലും അവർക്ക് പ്രതികരിക്കുന്നതിൽ തടസ്സമുണ്ട്. അതായത് ഞങ്ങളെപ്പറ്റി ഒരാൾ നല്ലത് പറയുമ്പോൾ ഞങ്ങൾ എന്തിനതിന് കുറ്റം പറയണം എന്നൊരു നിലപാട് സ്വീകരിക്കുന്ന ഒരു വിഭാഗം പാർട്ടിക്കുള്ളിലുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് രാവിലെ ഈ വാർത്തയുടെ
അനുബന്ധ പ്രതികരണങ്ങൾക്കായിട്ട് നിരവധി നേതാക്കളുമായി സംസാരിച്ചിരുന്നു. പരസ്യമായി പ്രതികരിക്കുന്നതിൽ അവർക്കൊക്കെ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട്. പാർട്ടിയെ പറ്റി നല്ലത് പറയുമ്പോൾ ഞങ്ങളതിനെ തള്ളിക്കളയുന്നത് ശരിയല്ല. നേരെ മറിച്ച് അത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായാൽ അത് മുന്നണിക്കകത്തും പ്രശ്നമുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ നിശബ്ദമായിരിക്കുക എന്ന ഒരു തന്ത്രമാണ് ലീഗ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ലീഗിനെ സംബന്ധിച്ച് മുന്നണി രാഷ്ട്രീയത്തിൽ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് തന്നെയാണ്. UDF വിചാരിച്ചത്ര നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, UDF കഴിഞ്ഞില്ലെങ്കിൽ ലീഗിന് ഒരുപക്ഷെ മാറി ചിന്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ ഈ ഇടതുപക്ഷ നേതാക്കൾ പറഞ്ഞ പ്രസ്താവനകൾക്കൊക്കെ മറുപടി കൊടുത്ത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് അന്ന് തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നൊരു മുൻകരുതലിൽ കൂടിയാണ് ലീഗ് ഇതിൽ കരുതുന്നത്. ശരി, അനുമതി തിരിച്ചു വരാൻ KP റഹ്മത്തുള്ള മാധ്യമപ്രവർത്തകൻ ചേരുന്നുണ്ട്. ശ്രീ റഹ്മത്തുള്ള, ഇവിടെ ഒറ്റയ്ക്ക് മത്സരിച്ചാലും ലീഗിന് സീറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് EP ജയരാജൻ പുകഴ്ത്തുന്നുണ്ട്. പല തവണയായിട്ട് ലീഗിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ലീഗിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പല വിഷയങ്ങളിലും കോൺഗ്രസ് എടുക്കുന്ന അല്ലെങ്കിൽ മുന്നണി മുഴുവനായി എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ വിയോജിപ്പുണ്ടെങ്കിലും നിന്നേ പറ്റൂ, ഇല്ലെങ്കിൽ ഏറ്റവും കംഫർട്ടബിളായ സഖ്യം കോൺഗ്രസുമായി തന്നെ ആയിരിക്കുമെന്ന് ലീഗിന് തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണോ, ഒരു സമ്മർദ്ദത്തിലാണോ ലീഗ് ഇപ്പോഴുള്ളത്? മുസ്ലിം ലീഗ് വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് രാഷ്ട്രീയ നിലപാടിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തുടർഭരണം ഇടതുപക്ഷത്തിന് കിട്ടിയപ്പോൾ തന്നെ മുസ്ലിം ലീഗ് നേതൃത്വത്തിലും അണികളിലുമൊക്കെ നിരാശ പ്രകടമാണ്. ഇനി എന്ത് ചെയ്യണം എന്ന ഒരവസ്ഥ മുസ്ലിം ലീഗിനെ കഴിഞ്ഞ കുറെ കാലമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഇടതുപക്ഷത്തു നിന്ന് വരുന്ന ക്ഷണം പ്രത്യക്ഷത്തിൽ സ്വീകരിക്കാൻ കഴിയാത്ത രൂപത്തിൽ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളും അണികളും നിൽക്കുമ്പോൾ തന്നെ വീണ്ടും സ്വന്തം അസ്തിത്വം നിലനിർത്താനും കൂടുതൽ ശക്തമായ ഒരു രാഷ്ട്രീയ സഖ്യത്തിലേക്ക് മാറാനുമുള്ള സാധ്യതകളെ കുറിച്ച് മുസ്ലിം ലീഗ് കഴിഞ്ഞ കുറെ കാലമായി നന്നായിട്ട് ആലോചിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷത്ത് നിന്ന് പരസ്യമായ ഒരു ക്ഷണം വന്നാൽ നിരസിക്കാൻ കഴിയാത്ത രൂപത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിലെ ഒരു വിഭാഗം അത് അവർ ചർച്ച നടത്തിയതിന് PK ഫിറോസ് തൊട്ടു മുമ്പ് നമ്മളോട് സംസാരിച്ചത്. സാധാരണ അങ്ങനെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളും ആവശ്യങ്ങളും രാഷ്ട്രീയപരമായിട്ട് വരുമ്പോൾ അത് ലീഗ് ചർച്ച ചെയ്യാറുണ്ടെന്നാണ്. പക്ഷേ CPM-ന്റെ ക്ഷണത്തെ ചർച്ച ചെയ്താണോ ഇവർ തീരുമാനിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് വലിയ മറുപടി ഉണ്ടായിരുന്നില്ല. പരമാവധി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കണം. ദേശീയ രാഷ്ട്രീയത്തിലും ന്യൂനപക്ഷ രാഷ്ട്രീയത്തിലും കോൺഗ്രസിനേക്കാൾ നല്ല നിലപാട് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് CPM ആണ് എന്ന ഒരു ധാരണ മുസ്ലിം ലീഗ് നേതൃത്വത്തിലും അണികൾക്കിടയിലും വ്യാപകമായി പ്രചരിക്കുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തു നിന്നുണ്ടാകുന്ന പ്രസ്താവനകൾക്കോ ഇടതുപക്ഷത്തു നിന്നുണ്ടാകുന്ന വിശദീകരണങ്ങൾക്കോ കൃത്യമായി കടുത്ത ഭാഷയിൽ മുസ്ലിം ലീഗിന് മറുപടി പറയാൻ. പക്ഷേ ഇവിടെ മനസ്സിലാകാത്തത് CPM-ന്റെ ലൈനാണ്. അതായത് കോൺഗ്രസിനെയും ലീഗിനെയും രണ്ട് തട്ടിൽ നിർത്തി അവിടെ ഒരു ഭിന്നതയുണ്ടാക്കാനുള്ള വലിയ ശ്രമമല്ലേ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, EP ജയരാജനും AK ബാലനും പോലെയുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ നടത്തുന്ന പ്രസ്താവനകൾ? ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മാത്രമാണ് CPM-ന് സീറ്റുകൾ ലഭിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ഭിന്നത സൃഷ്ടിക്കേണ്ടത് CPM-ന്റെ നിർബന്ധമായ സാഹചര്യവും കടമയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു സീറ്റ് മാത്രമാണ് ഇപ്പോൾ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ലോകസഭയിൽ CPM-ന് കേരളത്തിൽ നിന്നുള്ള പകുതി സീറ്റ് 10 സീറ്റെങ്കിലും കിട്ടുന്ന രൂപത്തിലുള്ള ഒരു രാഷ്ട്രീയ സ്ട്രാറ്റജി CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഒരു തുടക്കവും ഒരു ആരംഭ പ്രസ്താവനകളുമായിട്ടാണ് EP ജയരാജന്റെ പ്രസ്താവനകളെ ഞാൻ കാണുന്നത്. കോൺഗ്രസിനെയും ലീഗിനെയും തെറ്റിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ പെട്ടിയിലാക്കാനും പറ്റുമെങ്കിൽ മുസ്ലിം ലീഗിനെ നേരത്തെ UDF വിട്ട പാരമ്പര്യമുള്ള മുസ്ലിം ലീഗിനെ ആ രീതിയിലേക്ക് മാറ്റാനുമുള്ള കടുത്ത ആസൂത്രിതമായ നീക്കങ്ങളാണ് CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ KP റഹ്മത്തുള്ള. VV അരുൺ വീണ്ടും ചേരുന്നുണ്ട്. അരുൺ, അദ്ദേഹം പറഞ്ഞതുപോലെ അതായത് ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ അതിൽ കോൺഗ്രസ് നിലപാടുകളിൽ ലീഗ് നേതൃത്വത്തിന് തന്നെ വിയോജിപ്പുള്ളപ്പോൾ അതിനെ എങ്ങനെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ തങ്ങൾക്ക് ഗുണകരമാക്കാം എന്നുള്ള ആലോചനയിൽ തന്നെയാണ് CPM. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത്. പക്ഷേ അത് ഫലം കാണുമോ? ഇത്രയധികം വിഷയങ്ങളുണ്ടായി, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു, ഇപ്പോൾ ഒരു മാറ്റത്തിന് പോലും സാധ്യതയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇതേ ചീട്ട് തന്നെ വീണ്ടും വിട്ടുകൊണ്ടിരിക്കുന്നത്? അവിടെയാണ് CPM-ന്റെ തന്ത്രവും അവരുടെ പ്രതീക്ഷയും. ലീഗ് നേതാക്കൾ ഇപ്പൊ PK കുഞ്ഞാലിക്കുട്ടിയോ ET മുഹമ്മദ് ബഷീറോ അല്ലെങ്കിൽ വഹാബ് പോലുള്ള നേതാക്കളെ അല്ല CPM ഇപ്പോൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ലീഗിന്റെ നേതാക്കൾക്ക് പലർക്കും കോൺഗ്രസിന്റെ ഈ സമീപനങ്ങളിൽ അതൃപ്തിയുണ്ടാകും. അപ്പുറത്തേക്ക് അണികളിൽ വലിയൊരു ശതമാനത്തിന് കോൺഗ്രസിന്റെ പല നിലപാടുകളോടും യോജിപ്പില്ല. സമസ്ത ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനാ നേതൃത്വങ്ങളുടെ നിലപാട് നമ്മൾ കഴിഞ്ഞ
ദിവസങ്ങളിലൊക്കെ കണ്ടതും കേട്ടതുമാണ്. അത്തരത്തിൽ ലീഗിന്റെ അണികളിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കും. കോൺഗ്രസിനൊപ്പം നിന്നാലല്ല തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക, മറിച്ച് CPM മാത്രമേ അത് കഴിയൂ എന്ന ഒരു ധാരണ സൃഷ്ടിക്കാനാണ് CPMന്റെ ശ്രമം. അവിടെയാണ് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ CPM ശ്രമിക്കുന്നത്. അതിൽ ഗുണമുണ്ടാകും, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും അതിൽ ഗുണമുണ്ടാകും എന്ന വലിയ പ്രതീക്ഷ CPM കേന്ദ്രങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ലീഗിനെ പലപ്പോഴും UDFിലെ തീരുമാനങ്ങളെ കുറ്റപ്പെടുത്തുമ്പോഴും ലീഗിനെ അവിടെ കാര്യമായി പോറിലേൽപ്പിക്കാൻ CPM നേതാക്കൾ തയ്യാറാകുന്നില്ല. അതിനപ്പുറത്തേക്ക് EP ജയരാജനൊക്കെ ചെയ്യുമ്പോൾ AK ബാലനുമൊക്കെ പറയും പോലെ വലിയ പ്രശംസയാണ് ലീഗിന് CPM നേതാക്കൾ നൽകുന്നത്. ലീഗിന് പരമ്പരാഗതമായി ലഭിക്കുന്ന, ലീഗ് വഴി കോൺഗ്രസിന് ലഭിക്കുന്ന വോട്ടുകൾ തന്നെയാണ് ലക്ഷ്യം. അത് സാധാരണക്കാരായ പ്രവർത്തകർക്ക് പലരും മാറി ചിന്തിക്കും, ഒരു ചെറിയ വിഭാഗമെങ്കിലും മാറി ചിന്തിക്കുമെന്ന പ്രതീക്ഷയാണ് CPM നേതാക്കളുടെ ഈ ലീഗ് മോഹത്തിന് പിന്നിൽ, ലീഗിനെ പുകഴ്ത്തിയുള്ള ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾക്ക് പിന്നിലെന്ന് വ്യക്തമാണ്. നന്ദി അരുൺ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കൾ മത്സരിച്ചേക്കില്ലെന്ന് സൂചന നൽകി LDF കൺവീനർ EP ജയരാജൻ. CPMലെ മുതിർന്ന നേതാക്കൾ മത്സരിക്കാൻ ഇടയില്ലെന്നാണ് EP ജയരാജന്റെ പ്രതികരണം. മുന്നണിയിൽ സ്ഥാനാർത്ഥികൾക്ക് ദാരിദ്ര്യമില്ലെന്നും ജയരാജൻ ന്യൂസ് 18നോട് പറഞ്ഞു. മുതിർന്ന നേതാക്കളൊന്നും മത്സരിക്കുക, എൻ്റെ ഒരു നിരീക്ഷണത്തിൽ പാർട്ടി ഇത് കാര്യങ്ങളൊന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല. മുതിർന്ന നേതാക്കൾ അങ്ങനെ മത്സരിക്കാനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. അതിൻ്റെ ഒരു സാധ്യതയില്ലെന്നാണ് എൻ്റെ. അല്ലാതെ ചെറുപ്പക്കാരെയും സ്ഥിരം മുഖങ്ങളെയും കൊണ്ടൊക്കെ തന്നെ നല്ല സ്ഥാനാർത്ഥികൾ തന്നെ ഇടതുപക്ഷം മുന്നണിക്കുണ്ട്. നല്ല സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കും. അതിനുള്ള നല്ല സാധ്യത. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികൾക്ക് കുറവൊന്നുമില്ല. സ്ഥാനാർത്ഥികൾക്ക് ദാരിദ്ര്യമൊന്നും ഇല്ലാത്തൊരു പാർട്ടിയാണ് ഞങ്ങൾ. ഏത് തരത്തിലുള്ള സ്ഥാനാർത്ഥികളും ഞങ്ങളുടെ മുമ്പിലുണ്ട്. BJPക്ക് കേരളത്തിൽ പ്രതീക്ഷ വേണ്ടെന്ന് EP ജയരാജൻ. ആർക്കും ആഗ്രഹിക്കാം, എന്നാൽ ഇത് കേരളമാണ്. സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കില്ല, സിനിമയല്ല രാഷ്ട്രീയമെന്നും EP ജയരാജൻ പ്രതികരിച്ചു. ആർക്കും പ്രതീക്ഷിക്കാലോ. പ്രതീക്ഷയുടെ വ്യാമോഹത്തിന്റെ വലയം വിശാലമല്ലേ. എന്തും ആഗ്രഹിക്കാലോ. ഇങ്ങനെ ആകാശത്തിലേക്ക് പറന്നു വരുന്നു, ചിന്തിക്കാലോ. എന്തും ആഗ്രഹിക്കാനും ചിന്തിക്കാനും മനുഷ്യന് അവകാശമുണ്ട്. BJPക്കാരങ്ങനെ ആശ്വസിക്കട്ടെ. പക്ഷെ കേരളം കേരളമാണെന്ന് അവർ മനസ്സിലാക്കണം. അത് കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കും. ഇത്തരത്തിലുള്ള ഒരു വ്യാമോഹങ്ങളും പ്രചരണങ്ങളിലും കേരള ജനത കുടുങ്ങിപ്പോവുകയില്ല. ഉയർന്നുയർന്ന് തന്നെ കേരള സമൂഹം ചിന്തിക്കും. BJP ഇത്തവണയും പ്രതീക്ഷിക്കുന്നുണ്ടാവുന്നു. BJPക്ക് ഒരു പ്രതീക്ഷയ്ക്കും കേരളത്തിന് സാധ്യതയില്ല. ആ സമയം അവർ വല്ല കോൺഗ്രസിൻ്റെ ഏതെങ്കിലും സംസ്ഥാനത്ത് പോയാൽ ചിലപ്പോൾ അവർ ഗുണമുണ്ടാവും. ഈ കേരളത്തിൽ അത്തരത്തിലൊരു സാധ്യതയും അവർക്കുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. സുരേഷ് ഗോപിക്ക് ഇത്തവണയും സുരേഷ് ഗോപിക്കൊന്നും ജയിക്കാനുള്ള ഒരു സാധ്യതയില്ലെന്ന്. മുഖ്യമന്ത്രി ഏകാധിപതിയെ പോലെ പെരുമാറുന്നു എന്ന ആരോപണങ്ങൾ തള്ളി LDF കൺവീനർ. പിണറായി വിജയൻ ഏകാധിപതിയല്ല. ഒന്നും മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നതല്ല. ജനാധിപത്യപരമല്ലാത്ത എന്ത് തീരുമാനമാണ് മുഖ്യമന്ത്രി എടുത്തത്? ചോദ്യം ചെയ്യേണ്ടത് പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും EP ജയരാജൻ ന്യൂസ് 18നോട് പറഞ്ഞു. അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിച്ച് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്ന ജനോപകാരപ്രദമായ കാര്യങ്ങളെ ചെറുതാക്കാൻ, ദുർബലപ്പെടുത്താൻ സംഘടിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്രമണമാണിത്. എവിടെയാ ഏകാധിപത്യം? ജനാധിപത്യപരമല്ലാത്ത ഏത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? എന്തിനാ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? അതിപ്പോൾ ഒരു പദപ്രയോഗമായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ബോധപൂർവമാണ്. ഏതാണ് ഏകാധിപത്യപരമായി സ്വീകരിച്ചത്? ഇപ്പോൾ നിങ്ങൾ നോക്കി, എത്ര വിശാലമാണ് മുഖ്യമന്ത്രി എടുത്ത സമീപനം. ചോദ്യം ചെയ്യപ്പെടേണ്ടതിനെ ചോദ്യം ചെയ്യപ്പെടും. വിമർശിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിലല്ലേ. ഞങ്ങൾ എല്ലാവരും കൂടി ചർച്ച ചെയ്തുകൊണ്ടാണ് തീരുമാനത്തിലെത്തുന്നത്. വ്യക്തിയാരാധനയെ തള്ളാതെ EP ജയരാജനും. പിണറായിയെ ആരാധിക്കുന്നതിൽ തെറ്റില്ലെന്ന് EP ജയരാജൻ. കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും ആരാധിക്കാം. ആരാധന വ്യക്തിപൂജയല്ല. നിശ്ചയദാർഢ്യമുള്ള ഭരണാധികാരിയാണ് പിണറായി. പ്രസ്ഥാനത്തെ ഉയർത്താൻ ശ്രമിക്കുന്ന നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹത്തെ ആരാധിക്കുന്നതിൽ തെറ്റില്ലെന്നും EP ജയരാജൻ അഭിപ്രായപ്പെട്ടു. ഈ വരദാനം എന്നൊക്കെ ഉള്ളത് നമ്മുടെ വാസവൻ മന്ത്രി പറഞ്ഞതല്ല. ഒരു വൈദികൻ ഒരു യോഗത്തിൽ പറഞ്ഞൊരു കാര്യം അദ്ദേഹം കോട്ട് ചെയ്തേ ഉള്ളൂ. ഇങ്ങനെ പല സ്ഥലങ്ങളിലും പലതും കോട്ട് ചെയ്തിട്ടായിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഒരു വ്യക്തിപൂജയിലും വിശ്വസിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന പാർട്ടിയല്ല. വ്യക്തിപൂജയെ ശക്തമായി എതിർക്കുന്ന പാർട്ടിയാണ്. എന്നാൽ വ്യക്തികൾക്കുള്ള കഴിവുണ്ട്. എങ്ങനെയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായത്? എങ്ങനെയാണ് EMS CMS ആയത്? എങ്ങനെയാണ് ഓരോ ഭരണാധികാരിയാകുന്നത്?
അവർക്കെല്ലാം കൂടെ ചില പ്രത്യേക കഴിവുകളും പ്രാപ്തിയുമുണ്ട്. വ്യക്തികൾക്കൊന്നും ഒരു കഴിവും പ്രാപ്തിയില്ല എന്ന നിഗമനത്തിലൊന്നും ഞങ്ങൾ എത്തുന്നില്ല. വ്യക്തികൾക്ക് സമൂഹത്തിൽ പ്രാഭിമുഖ്യമുണ്ട്, വ്യക്തിത്വമുണ്ട്, പ്രതിഭകളാകുന്നു. പലരും കവിത, ചെറുകഥകൾ, എഴുത്തുകൾ എല്ലാവർക്കും എഴുതാൻ പറ്റൂ. ആ രംഗത്ത് അവർ പ്രഗത്ഭരല്ലേ? അതിന് പ്രത്യേകമായിട്ട് അവരെ ബഹുമാനിക്കില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് നേതാക്കന്മാരെ ബഹുമാനിച്ചുകൂടെ? അവരാരാധിച്ചുകൂടെ? ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ അവരോടുള്ള ഒരു വികാരമാണത്. ആരാധന എന്ന് പറയുന്നത് ബഹുമാനമാണത്. ആരാധന എന്ന് പറഞ്ഞാൽ പൂജയല്ല, പുഷ്പങ്ങളിട്ട് പൂജിക്കുന്നതല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട് പലരും. അയോധ്യയിലും കോൺഗ്രസിന് പിഴച്ചെന്ന് LDF കൺവീനർ. കോൺഗ്രസ് എടുക്കുന്ന പല നിലപാടുകളും തെറ്റാണ്. മുസ്ലിം ലീഗ് എത്ര വേഗം വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയെന്നത് നമ്മൾ കണ്ടു. എന്നാൽ കോൺഗ്രസിന് നിലപാട് വ്യക്തമാക്കാൻ 1.5 മാസം എടുത്തു. കോൺഗ്രസ് പ്രവർത്തകർ BJPയിലേക്ക് ഒഴുകുകയാണെന്നും EP ജയരാജൻ പറഞ്ഞു. അത് കോൺഗ്രസ് എടുക്കുന്ന പല നിലപാടുകളും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് അയോധ്യ, അവിടെ പള്ളി പൊളിച്ച സ്ഥാനത്താണ് ക്ഷേത്രം പണിതത്. ആ ക്ഷേത്ര സമർപ്പണത്തിൻ്റെ ഭാഗമായി പലരെയും ക്ഷണിച്ചു. മുസ്ലിം ലീഗ് എത്ര പെട്ടെന്ന് അവരുടെ നിലപാട് പറഞ്ഞു. നമ്മുടെ ഇന്ത്യയിൽ CPMന്റെ ജനറൽ സെക്രട്ടറി ക്ഷണിച്ചു. ക്ഷണിക്കേണ്ട താമസം നമ്മുടെ നിലപാട് പറഞ്ഞില്ലേ? കോൺഗ്രസിന് ക്ഷണിച്ചു. കോൺഗ്രസിന് നിലപാട് പറയാൻ കഴിഞ്ഞു? 1.5 മാസം കാത്തുനിന്നില്ലേ കോൺഗ്രസിന് അവരുടെ നിലപാടുണ്ടാക്കിയെടുക്കാൻ? ഇപ്പോഴും കുറേ കോൺഗ്രസിൻ്റെ നേതാക്കളും അനുയായികളും ആ BJPയുടെ ഒടുക്കിനോടൊപ്പം നീങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ? വാർത്തകൾ